ഈ നാടകങ്ങൾ കൊണ്ട് എന്ത് ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവികെ, കെവിനും ശാരികയും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇസബെല്ലെ അറിയിച്ചു. കെവിനും ഇസബെല്ലയും തമ്മിൽ തർക്കമാവൂന്നും പറയുന്നു. ഒക്കെ ശരി, പക്ഷെ ഇതൊക്കെ വച്ചിട്ട് നന്ദനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിദ്ധു, ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള പകരം വീട്ടിലായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്റെ മോനെ കണ്ടെത്താൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യണ്ടേ? ശാരികയും ദേവികയും ചെയ്യുന്ന കാര്യങ്ങളെ വിലയിടിച്ച് കാണാതെ പ്രഭ. സ്വന്തം ജീവിതത്തെ മാറ്റിവെച്ചിട്ടാ ദേവികയെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിയത്. ആ നവീനുമായി കല്യാണം കഴിഞ്ഞ് അവൾക്ക് ദുബായിൽ സന്തോഷമായി ജീവിക്കായിരുന്നു. ആണല്ലോ. പക്ഷേ അവൾ അങ്ങനെ സ്വാർത്ഥയായില്ല. ശാരിക ചെയ്തതിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. നന്ദനെ കണ്ടെത്താൻ വേണ്ടി പലരും ഇതുപോലെ സഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്തപ്പാനും ഏലിയമ്മയും അവരെ കാര്യം ആലോചിക്കും. എസ്തപ്പാനെ ഗുണ്ടകൾ ആക്രമിച്ചു. എന്തിനായിരുന്നു? അയാൾ ആ വേദന സഹിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? അയാൾക്ക് തല്ലിലെടുത്തുണ്ടോ നമുക്ക് വേണ്ടി തല്ലുകൊള്ളണമെന്ന്? എന്തൊക്കെ പ്രതിസന്ധികളാവും ഇനി അയാൾക്ക് വരാൻ പോകുന്നത്? മനുഷ്യത്വവും സ്നേഹവും, അതാ എസ്തപ്പാനും ഏലിയമ്മയും ബുദ്ധിമുട്ടുകൾ സഹിച്ചും നമ്മളോടൊപ്പം നിൽക്കുന്നത്. മുരളിയും വീട്ടുകാരും, ഹരിയേട്ടൻ, നമ്മുടെ ഗിരീഷ്, പിന്നെ ശാരിക, എല്ലാവരും നന്ദനെ കണ്ടെത്താൻ വേണ്ടി അവരുടേതായ രീതിയിൽ ശ്രമിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അച്ഛാ വേണ്ട, അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ വിഷമം. ഇപ്പൊ തന്നെ ശാരിക നമുക്കൊക്കെ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിയുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ശാരികയുടെ നന്മയും സ്നേഹത്തെയും സ്വാർത്ഥതയില്ലാത്ത കാഴ്ചപ്പാടിനെയും അഭിനന്ദിക്കും, സന്തോഷം പ്രകടിപ്പിക്കും. അല്ലേ? അതല്ലേ വേണ്ടത്? ശാരികയും മോളും കൂടി കെവിനും ഇസബെല്ലയ്ക്കുമെതിരെ ചെയ്തൊക്കെ ഒരു സിനിമാ കഥ കേൾക്കുമ്പോഴാണ് ഞാൻ കേട്ടിരുന്നത്. എന്റെ മനസ്സിൽ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ആയിരുന്നു. എല്ലാം ശരിയാവാൻ പോകുന്നു എന്നുള്ളൊരു പ്രത്യാശയും വന്നു. ഇതൊക്കെ എനിക്കും ഉണ്ട്. ശാരിക ചെയ്തതിന്റെ മതിപ്പൊന്നും ഞാൻ കുറച്ച് കാണുകയല്ല. ദേവിക, നിനക്ക് വിഷമം തോന്നിയെങ്കിൽ സോറി. അമ്മേ, എനിക്ക് നന്ദനെ കുറിച്ചല്ലാതെ മറ്റൊരു കാര്യവും മനസ്സിലില്ല. മക്കൾക്കൊരു ദുഃഖം വന്നാ അതിലും വലുതായി തോന്നില്ലേ? എന്റെ സ്ഥാനത്ത് വരുമ്പോ നിനക്കത് മനസ്സിലാവും. എനിക്ക് അമ്മ ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ദേഷ്യം കാണിക്കുമ്പോഴൊക്കെ എനിക്കറിയാം എന്നോടുള്ള ദേഷ്യത്തിനും അപ്പുറം അമ്മയുടെ വിഷമമാണ് വാക്കുകളായിട്ട് വരുന്നതെന്ന്. പ്രഭ, നമ്മളൊരു വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. നന്ദനെ കാണുന്നില്ല. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇവിടെയല്ല, ഏത് സാഹചര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൂടിയേ അത് പരിഹരിക്കാൻ പറ്റൂ. കെവിനും ഇസബെല്ലയൊക്കെ കണ്ണികളായ ഏതെങ്കിലും ഗ്യാങ്ങാണ് നന്ദനെ മാറ്റി നിർത്തിയതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അവനെ കണ്ടെത്താൻ നമ്മളെ കൂടുതൽ സഹായിക്കും. ഇനി കെവിനും ഇസബെല്ലയും തമ്മിൽ തർക്കമാവും. അവർ തമ്മിലുള്ള അകൽച്ച നമുക്ക് ഗുണകരമായ രീതിയിൽ എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കണം. അമ്മേ, ഞാൻ ഒരു കാര്യം അമ്മയോട് ആവശ്യപ്പെടുന്നുള്ളൂ. കുറച്ച് ക്ഷമ കാണിക്കുക, അല്പം കൂടി കാത്തിരിക്കുക.
1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.